ഞങ്ങൾ കുറച്ച് ദിവസമായിക്കൊണ്ട് സൗദിയുടെ കാഴ്ചകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. ഇന്ന് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് സൗദി ഇപ്പൊ സംസാരിക്കുന്നത് വിഷൻ 2030 കുറിച്ചും 2050 കുറിച്ചും 2030-ലും 50-ലും ഒക്കെ എങ്ങനെ ഈ നാട് മുന്നോട്ട് പോകണമെന്നാണ്. അതേസമയം തന്നെ സൗദിയുടെ പല സ്ഥലങ്ങളും കാണുന്ന സമയത്ത് ചരിത്രം അവിടെയെല്ലാം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ ചരിത്രത്തെ പ്രകൃതിയും അതുപോലെ തന്നെ ഇവിടുത്തെ മനുഷ്യരും ഇത്ര കാലവും പോറലേൽപ്പിക്കാതെ തന്നെ സംരക്ഷിച്ച് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. മ്യൂസിയം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഐറ്റംസ് നമ്മുടെ മുൻഗാമികളൊക്കെ ഉപയോഗിച്ചതും അതുപോലെ അവരുടെ പല കാര്യങ്ങളും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സുകളും അതൊക്കെ സൂക്ഷിക്കുന്ന ഒരിടാണല്ലോ. ഉദാഹരണത്തിന് ഇപ്പം ഒരുപക്ഷെ നമ്മളുടെ കാലശേഷം ഇനിയുള്ള വരും തലമുറ വേണമെങ്കിൽ എന്റെതും സൂക്ഷിച്ചു വെക്കാം. അല്ല, വാല്യുബിൾ ഒബ്ജക്ട്സ് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പായ് വസ്തുക്കളൊക്കെ നമ്മൾ സാധാരണ മണിയടിയിലാണല്ലോ കുഴിച്ചിടാറുള്ളത്. അത്തരത്തില് ഒരുപാട് എല്ലാ രാജ്യത്തും ഉള്ളതുപോലെ തന്നെ ഒരുപാട് ആർക്കൈവ്സ് ഇവിടെയുണ്ട്, സൗദിയിലുണ്ട്. അതിൽ വളരെ പ്രശസ്തവും അതുപോലെ പ്രശംസനീയവുമായ ഒരു മ്യൂസിയമാണ് ഇപ്പൊ ഉള്ളത്, ഹായൽ റീജിയണൽ മ്യൂസിയം. അതായത് ഇപ്പൊ ഞങ്ങളുള്ളത് റിയാദിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് കാണുന്ന ഹായൽ മ്യൂസിയത്തിലാണ്. ഷമീനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഫ്രെയിമിൽ കിട്ടത്തുള്ളൂ. ഈ ഹായലിനെ സിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്താണ്, കീ ടു ദ ഡെസേർട്ട് എന്നാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ ബ്രൈഡ് ഓഫ് ദ നോർത്ത്. വെൽക്കം ടു ദ ഹായൽ സിറ്റി. പഴയ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഒട്ടകക്കൂട്ടങ്ങൾ, കാഫിലകൾ, കാരവനുകൾ കടന്നു പോകുന്ന സമയത്ത് അവർക്ക് വിശ്രമിക്കാനായിട്ട് തെരഞ്ഞെടുത്തിരുന്ന സ്ഥലങ്ങളാണ് ഹായിലെ ജുബ സിറ്റി. അവിടെ ആർക്കിയോളജിസ്റ്റുകൾ നടത്തിയ പരിശോധനയിൽ കാണാൻ സാധിക്കുന്നത് 7th മില്ലനിയൽ BC, 2000 കൊല്ലം മുമ്പാണ് യേശുക്രിസ്തു ജനിച്ചതെന്ന് ഓർക്കണം. അപ്പൊ 7th മില്ലനിയം എന്ന് പറയുമ്പോൾ അത്രയും പഴക്കമുള്ള കാലത്തെ റോക്ക് ആർട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മനുഷ്യര് ഒട്ടകവുമായി സഹവസിച്ചു വരുന്നത് എങ്ങനെ, പട്ടികളുമായി സഹവസിച്ചിരുന്നത് എങ്ങനെ, പലതരത്തിലുള്ള ഹ്യൂമൻ സിവിലൈസേഷൻ വന്നതെങ്ങനെ, അതെല്ലാം തന്നെ പ്രകൃതി കല്ലിലും അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണിലും മണലിലും എല്ലാം കൊത്തിവെച്ചിട്ടുണ്ട്. ഹായിലെ റീജിയണൽ മ്യൂസിയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വന്നാൽ ആ കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. സൗദിയിൽ നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാകാത്തൊരു പ്രദേശത്താണ് ഇപ്പം ഞങ്ങളുള്ളത്. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കണ്ടല്ലേ ഷമി, ചുറ്റും ഈ പർവ്വതക്കൂട്ടങ്ങൾ, ഇതിന് ചുറ്റും ഒരു സിറ്റി ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചതുപോലെ ഹായിലാണുള്ളത്. ഇപ്പം ഈ ഹായിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കുറേ കഥകളുണ്ട്. ആ കഥകളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിക്കുന്ന സമയത്ത് ചിലപ്പം പോലീസ് സ്റ്റേഷനിലായിരിക്കും, ചിലപ്പോൾ മോർച്ചറിയിലായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ കോൺസുലേറ്റിലായിരിക്കും. പല കാര്യങ്ങൾക്ക്, പല ആളുകളുടെയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നുണ്ട്. കുറച്ച് സമയം നമ്മൾ കയ്യോടെ പിടികൂടിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട റഹ്മാനിക ഇസ്ലാം. ഹായിലിനെ കുറിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ റഹ്മാനിക്കയോട് ചോദിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ റഹ്മാനിക്ക് എന്നാ ഇവിടെ ഹായിൽ എത്തിയിട്ടുള്ളത്? ഞാൻ 30 വർഷം ഇവിടെ ഹായില്. 30 വർഷം. അന്ന് വരുന്ന സമയത്ത് കംപ്ലീറ്റ് മണ്ണ് വീടുകളാണ്. ബൈത്ത് ഷാബി എന്ന് പറയും. കംപ്ലീറ്റ് മണ്ണ്. ഇന്നത്തെ ഒരു 10 വർഷത്തിന് ശേഷം ഇത്ര അധികം പുരോഗമനം ഇവിടെ വന്നത്. ഈ ഹൈലില് കംപ്ലീറ്റ് ഈ ചുറ്റുമലകളാണ്. ഇവിടെ ചുറ്റുമലകളാണ്. പിന്നെ പ്രശസ്തമായ സ്ഥലമുണ്ട്, ഹാത്തിമത്തായി ഉണ്ട്. ഹാത്തിമത്തായിയുടെ കഥ അത് പറയാനിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണല്ലോ. ഓക്കെ. പിന്നെ അതുപോലെ ഇവിടുത്തെ ഗവൺമെന്റും ജനങ്ങളും വളരെയധികം നല്ല സൗഹാർദ്ദവും നല്ല മര്യാദയും നമ്മളെ വിദേശികളെ സ്നേഹിക്കണം. പിന്നെ എല്ലാവരുടെയും പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. നല്ല എത്ര മലയാളികൾ ഉണ്ടാവും? മാക്സിമം ഒരു 50,000 മലയാളികൾ ഉണ്ടാവണം. ടോട്ടൽ ഹയലിലാണ്. ഹയലിലെ പ്രവേശികളുണ്ട് ചുറ്റും. ഷംലി, ഷിനാൻ, അങ്ങനെ ബഗ, തുർബ, ജുബ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം കൂടി മദ്രസ ജോലിക്കാരും പല രീതിയിലുള്ള ജോലി, മിനിസ്റ്റേഴ്സിലും ഒക്കെ അങ്ങനെ. പിന്നെ ഇന്ത്യക്കാർ ടോട്ടൽ 1 ലക്ഷത്തിന്റെ അടുത്തുണ്ടാവണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആളുകളുടെ രാവിലെ തൊട്ട് രാത്രി വരെ ഈ ആളുകളുടെ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുമ്പോഴേ വീട്ടുകാർ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? വീട്ടുകാര് അത് വലിയൊരു കഥയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നാളെ കാണുമ്പോൾ വീട്ടുകാർക്ക് കിട്ടുന്നില്ല. അതൊരു വിഷമമുണ്ട് അവർക്ക്. എന്നാലും എങ്ങനെയാണ് ഈ ഊർജ്ജം? കാരണം ഞാൻ രാവിലെ തൊട്ടിട്ട് ഒരു ദിവസം ഒരു 10-20 കിലോമീറ്റർ ആളുകൾക്ക് വേണ്ടിയിട്ട് ഓടുന്നുണ്ടാവുമല്ലോ. അത് സർവശക്തന്റെ വലിയൊരു അനുഗ്രഹമാണ്. അത് ഓട്ടോമാറ്റിക്കായി പോകുന്നതാണ്. അത് പോവാതിരുന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു തീർക്കാതിരുന്നാൽ അന്ന് ദിവസം
ഒരു മനസ്സമാധാനം. മനസ്സമായ ഒരു ടെൻഷനും ഒരു എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ. ഇവിടെ ഒരു സ്വർണ്ണ മലയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ആ സ്വർണ്ണ ജുബയിലാണ് അത്. സ്വർണ്ണ അവിടെ അനുവാദമില്ല അവിടെ, പക്ഷേ സ്വർണ്ണ ഖനി കാണാം. സ്വർണ്ണ ഖനനം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വളച്ച് ഇങ്ങനെ. ഫസ്റ്റിലും നമ്മൾ ലാസ്റ്റ് ആയിട്ട് പോയിട്ടുള്ളത് കർണാടക സ്റ്റേറ്റിലെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട്, അതായത് ഹംപി, യുനെസ്കോയുടെ ഇതും ഹെയിലും അതുപോലെ യുനെസ്കോയുടെ. ആഹാ, ഇവിടെയുള്ള സൗദിയിലുള്ള സ്വർണ്ണ ഖനിയുടെ സീക്രട്ട് അറിയണമെങ്കിൽ പോലും റഹ്മാനിക്കെ ബന്ധപ്പെട്ടാൽ മതി. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഞാനിവിടെ വരുന്ന സമയത്ത് റഹ്മാനിക്ക് എനിക്കൊന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നതല്ലേ, ഒരു റൂം വേണം, ഹോട്ടലിൽ ഏതാ നല്ല ഹോട്ടൽ ഏതാ ബുക്ക് ചെയ്യാൻ വേണ്ടി എന്ന് ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞത് ഞാനിവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാ ഹോട്ടൽ ബുക്ക് ചെയ്യണത്, നേരിട്ട് വന്നാൽ മതി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഹായിൽ വരുന്ന ആളും തന്നെ റൂം ബുക്ക് ചെയ്യണതില്ല, റഹ്മാനിക്കെ ബന്ധപ്പെട്ടാൽ മതി എന്നുകൂടി ഞാൻ തമാശയ്ക്ക് വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പാറകളുടെ സൗന്ദര്യം കാണുന്നുണ്ടെങ്കിൽ ഉഖ്ദ ഡാം അത് ഹായിലിലെ ഏറ്റവും ഭംഗിയുള്ളതാണ്. കാരണം ഇവിടുത്തെ കല്ലുകളിലെല്ലാം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശില്പി കൊത്തി വെച്ചത് പോലുള്ള സൗന്ദര്യം കാണാം. അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ഇപ്പം കുറച്ച് ചൂടുള്ള സമയമാണ്, കുറച്ച് തണുത്ത സമയം, മഴ പെയ്യുന്നതൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കും. പിന്നെ മാത്രമല്ല എല്ലാ ഫാമിലീസും രാത്രി ആകുമ്പോഴേക്ക് ഇവിടെ അങ്ങ് വരും. അവർ ബാർബിക്യൂ ഒന്നുണ്ടാവും, ടെൻറ്റ് കെട്ടുന്നവരുണ്ടാവും. കോർഫുഖാനിലൊക്കെ ഉള്ള ആ ഒരു പ്രതീതിയാണ് ഇവിടെ അതിൽ വരുന്ന സമയത്ത്. ക്ഷമയെ സ്ലിപ്പാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇതൊക്കെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിലല്ലോ നമ്മൾ ഈ കുറഞ്ഞ ഈ സിറ്റികളും അതുപോലെ തന്നെ വലിയ ബിൽഡിങ്സും മാത്രം കാണാതെ നേച്ചറിൻ്റെ ഇടയിലേക്കൊക്കെ വന്നിറങ്ങുകയാണെങ്കിൽ ദുബായിൽ വെച്ച് ഒരു മിന്നലാട്ടം പോലെ കണ്ടൊരു മനുഷ്യനതേ വീണ്ടും ഹായിലെത്തിയപ്പോൾ കണ്ടുമുട്ടി. എന്തേ അന്ന് ദുബായിലെത്തിയിട്ട് ഒരു ഹായ് പോലും പറയാതെ മുങ്ങി കളഞ്ഞത്? ഇല്ല, അതൊന്നും തിരക്കായിരുന്നു, അതുകൊണ്ടായിരുന്നു. അതെന്നായിരുന്നു? ഏകദേശം ഒരു 1.5 വർഷമായി, 1.5 വർഷമായി. സെൽഫി എടുക്കാൻ പോലും ഞാൻ അതല്ല, ഞാനിപ്പോ നിങ്ങൾ വന്ന് കണ്ടപ്പോ തന്നെ ഇവിടെ വന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അവരുടെ ഞെട്ടിപ്പോയത്. ഞാൻ ആലോചിക്കാം ഇങ്ങനെ എങ്ങനെ എത്തിയെന്ന്. ഒരു ഫോട്ടോ എങ്കിലും എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന് നോക്കുമ്പോഴേക്കും എന്റെ റൂമിലേക്ക് നേരിട്ട് കയറി വരുന്നു. ഇന്ന് എന്റെ റൂമിൽ തന്നെ താമസിക്കുന്നു എന്നുള്ളത് നമുക്ക് നടന്നു നോക്കാം. വരെ വെള്ളം ഉണ്ടാവും. ഇത് മഴയാകുമ്പോഴാണ് ഇത് മനോഹരമാകുന്നത്. കാരണം ഇതിലേക്കൂടെ വെള്ളം ഇറങ്ങി വരുമ്പോൾ നല്ല മനോഹരമാണ്. അതുപോലെ ഇനി അങ്ങോട്ട് വെള്ളമാണ്. ഇതിന്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ ഈ പറഞ്ഞില്ലേ അങ്ങ് ഒരുപാട് ലോങ് ആയിട്ട് കിടക്കുവാണ്. ഇതിനകത്ത് അവിടെ ഒരു ഡാം, ഇതിന് ഡാമിന്റെ അവിടെ വരും. ഫസ്റ്റ് കെട്ട് അവിടെ വരുന്നുണ്ട്. ആ, നമ്മളിപ്പോ പുറവശത്തോട്ടാണ് എത്തിയത്. നമുക്കിപ്പോ അതിലേക്കൂടെ അങ്ങോട്ട് പോകാം. അവിടെ നിറയെ വെള്ളമുണ്ടോ? ആ, നിറയെ വെള്ളമുണ്ട്. ഇപ്പൊ ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും തീർച്ചയായിട്ടും വെള്ളമുണ്ട്. കാരണം ഇത് ഇപ്പൊ മഴ സീസൺ. ഇവിടെ എത്ര വരെ വെള്ളം പോകും? ഇവിടേക്ക് വെള്ളം പോകും. ഇവിടൊക്കെ വെള്ളം താണ്ട് ഇത് വെള്ളത്തിന്റെ പാടാ. ഇത് ഇറങ്ങിപ്പോയേക്കുന്ന കണ്ടോ? ഇത് നേരത്തെ ഇനി ആളോടല്ല, അവിടെ പോലീസുകാർ അവിടെ നിൽക്കും, ഇങ്ങോട്ട് അല്ല. നമുക്ക് എല്ലാവർക്കും കയറിയിട്ട് ഒരു ഫോട്ടോ എടുക്കാലോ. ഈ പാറ അതുകൊണ്ട് ആ പാറ അതുണ്ടോ ഈ പച്ചപ്പ് കണ്ടില്ലേ, അതൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. ഏകദേശം നാട്ടിലെ ശരിക്കും പോലെ തന്നെ ഒരു 1.5 മാസം മുമ്പാണെങ്കിൽ ഇത് ഫുള്ള് വെള്ളം കയറി കിടക്കുമായിരുന്നു. നീന്താനൊക്കെ പറ്റും. നീന്താൻ ഇറക്കത്തില്ല, പോലീസുകാർ അവിടെ ബാൻ ചെയ്യും. പക്ഷെ ഇവിടെ കാണാം, നമ്മൾ മുകളിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണാം നല്ല രീതിയിൽ. ഇത് ഇവിടുന്ന് തന്നെ കാണാം. രാത്രിയൊക്കെ ഇവിടെ വന്ന് കിടന്നുറങ്ങുകയാണെങ്കിൽ അല്ലേ റഹ്മാനിക? AC വേണ്ട, വളരെ അധികം. എനിക്ക് തോന്നുന്നു AC ഇവിടെ ഒരു വീട്ടിലും വേണ്ട, ആവശ്യമില്ല. പറയുള്ളൂ കേട്ടോ. വളരെ അത്രയും നല്ല കാലാവസ്ഥ, ഭംഗിയുള്ള കാലാവസ്ഥ. സൗദിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഹായിൽ വരിക, കുറേ മലകള്, കരിമ്പാറക്കെട്ടുകള്, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പ്രദേശം, വളരെ ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, പിന്നെ അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനുഷ്യരാണെന്നുണ്ടെങ്കിലും എനിക്കൊരു ഷെയ്ക്കാൻ തരാണെങ്കിൽ നമ്മൾ ഈ സംസാരം ഇവിടെ നിർത്തുന്നതായിരിക്കും. റഹ്മാനിക്ക, വളരെയധികം സന്തോഷമുണ്ട്. എനിക്കറിയാം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ഷമിക്ക് എന്തോ ഒരു വാക്ക് സംസാരിക്കാനുണ്ട്. എൻ്റെയും ഫയർഫോഴ്സിൻ്റെയും പേരിൽ എല്ലാവർക്കും നന്ദി പറയുന്നു എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഇവിടെ ഹായിലെ കഥകൾ നിർത്തുന്നില്ല. ഞങ്ങൾ ഇനി ഹാത്തിം തായിലേക്ക് പോകുന്നുണ്ട്. ഈ ഡാമിൻ്റെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സമയം ഉണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് ഓടും. ഇനി നമുക്ക് തിരിച്ചിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് നീങ്ങാം.
പല ആളുകളും ഇങ്ങനെ ഞാനിപ്പോ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എന്താ ഇവരോടൊക്കെ പറയാനുള്ളത്? എന്തൊക്കെ കേസിൽ പെട്ടവരൊക്കെ കേസ് എന്തെന്ന് ഞാൻ ചോദിക്കുന്നില്ല, നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. എന്താ ഇവരോടൊക്കെ പറയേണ്ടത്? നമ്മൾക്ക് മാതാപിതാക്കൾ പറയുമ്പോൾ മക്കൾ എന്താ ചെയ്ത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് സ്വന്തം വാപ്പാടുമാരുടെ വിഷമം നമുക്കറിയാലോ. അപ്പൊ അതിലൊരു കള്ളം പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാനാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ പുറം ലോകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അവരുടെ ഭാവി നഷ്ടപ്പെടുമല്ലോ. അതെ, അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അത് ഒരു ദിവസം പറഞ്ഞാൽ തീരൂല, അത്രയധികം. അപ്പൊ എത്ര വർഷമൊക്കെ ശിക്ഷയാണ് ആളുകൾക്ക് കിട്ടുന്നുണ്ട്? അത് ഓരോ കേസിന്റെ അനുയോജ്യമായിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ മയക്കുമരുന്നായാലും പിന്നെ ഇവിടുത്തെ രാജ്യത്തിന് നിയമത്തിന് അനുവദിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അതിനനുസരിച്ച് അവര് ഇവിടുത്തെ ഷെയ്ക്ക് വിധിക്കും. അതിനനുസരിച്ച് പിന്നെ നമുക്ക് അവർക്ക് എന്തെങ്കിലും അതിൽ കുറവ് ശിക്ഷ മേടിച്ചു കൊടുക്കാം. എംബസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാറുണ്ട്, ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ അതോട് കൂടിയിട്ട് പിന്നെ അവർക്ക് ഒരിക്കലും പിന്നെ ഇവിടെ സൗദിയിൽ ഇറങ്ങാൻ പറ്റില്ല. GCC കൺട്രിയിൽ ഇറങ്ങാൻ പറ്റില്ല. GCC പറ്റില്ല. GCC പറ്റില്ല ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട്. അപ്പൊ അങ്ങനത്തെ ഒത്തിരി കേസസ് വരാറുണ്ട് നമ്മുടെ മുമ്പിൽ. ഒരുപാട് കേസുണ്ട്. ഒക്കെ ചില അറിയാതെ പെടുന്നവരുണ്ട്, അറിഞ്ഞവരുണ്ട്. ഈ അറിയാതെ പെടുന്നത് അതാണ് എനിക്ക് അറിയേണ്ടത്. ഇപ്പൊ ഞാൻ നിങ്ങൾ സുഹൃത്തുക്കളാണ്. അതെ. ഒരു പക്ഷെ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരിൽ പിടിക്കപ്പെടുമ്പോൾ അതിൽ പങ്കാളി നമ്മളും ആവും. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മയക്കുമരുന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ആരാന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരുപാടാവുന്ന വണ്ടി കയറാം, ശരി, വണ്ടി കയറി അപ്പോഴായിരിക്കും ഇവിടെ ചെക്കിങ് വരുന്നത്. ചിലപ്പോൾ അതിനകത്ത് സ്കോഡ് ഫുള്ള് പരിശോധിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഇവിടെ മദ്യമോ അല്ലെങ്കിൽ നിയമം അനുവദിക്കാത്ത എന്തെങ്കിലും നിങ്ങൾ രണ്ടും അകത്താണ്, ആ വന്ന ആളും അകത്താണ്. ചിലപ്പോൾ നമ്മൾ ലിഫ്റ്റ് കൊടുക്കുമായിരിക്കും. അങ്ങനെ ഇഷ്ടംപോലെ കേസുകളുണ്ട്. ലിഫ്റ്റ് കൊടുത്തിട്ട് പിടിക്കപ്പെട്ട് ഡ്രൈവറും അകത്തായ ഒരുപാടുണ്ട്. മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. കാരണം നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്ന സമയത്തും വളരെ സൂക്ഷിക്കണം. ഇത് നമ്മളുടെ നാട് പോലെയല്ല. ഓരോ രാജ്യത്തും അവിടുത്തെ നിയമം വളരെ കർശനാണ്. ഒരു തരത്തിലും പിന്നെ ശിക്ഷയിൽ പലപ്പോഴും ഇളവുകൾ ഉണ്ടാവില്ല. അതിൻ്റെ കുറേ കഥകൾ ഞാൻ കേട്ടു. ഇതൊന്നും ഒരുപക്ഷെ ക്യാമറയിൽ നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. കാരണം നിയമവിരുദ്ധമായിട്ട് ചെയ്തതാണ്. ആ വ്യക്തികളെ കുറിച്ച് നമുക്ക് പറയാൻ താല്പര്യമില്ല. കാരണം അവരുടെ ഭാവി, അവരുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് അതൊക്കെ നഷ്ടപ്പെടുന്നതാണ്. പക്ഷേ ചെറിയ കാര്യലാഭത്തിന് വേണ്ടി, കുറഞ്ഞ സമയത്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില സൗഹൃദങ്ങളുടെ അടിച്ചുപൊളിക്കലുകൾക്ക് വേണ്ടിയിട്ട് തകർന്നു പോയിട്ടുള്ളത് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ്. നമ്മളെപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും റീൽസിലും പോസ്റ്റിലൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ഇപ്പം ഞങ്ങൾ ഈ വെള്ളത്തിൻ്റെ പുറകിലുള്ള ഈ കഥകൾ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. പക്ഷേ ഉള്ളിൽ അകപ്പെട്ടു പോയിട്ടുള്ള കുറേ ജീവനുകളുണ്ട്. ആ ജീവനുകളുടെ കഥകളാണ് റമാനിക്ക പോലുള്ള പലരും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ സൂക്ഷിക്കുക. സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മറ്റാർക്കും നമ്മുടെ കുടുംബത്തെയും ആ പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതല്ല. അപ്പൊ ഇതിൽ വെള്ളം കുറച്ച് താഴ്ന്നാണല്ലോ കിടക്കുന്നത്. ഇത്രയേ ഉള്ളൂ വെള്ളം? അല്ലല്ല, വെള്ളം നല്ല ഇവിടെ വരെ കയറും. നല്ല വെള്ളം കയറും. ഇതും വെള്ളം കയറും. ഇവിടെയും വെള്ളം കയറും. നല്ല വെള്ളം ഇതായിരിക്കും. പിന്നെ അവിടെ ആൾക്കാരെല്ലാം അവിടെ ക്യാമ്പ് അടിക്കും. പിന്നെ ഇതിപ്പോ ആൾക്കാർ കുറവാണ്. ഇപ്പൊ റമദാൻ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അല്ലെങ്കിൽ നല്ല വൃത്തിക്ക് നല്ല ആൾക്കാർ ഇവിടെ ഒരുപാട് പേര് ഒത്തുകൂടുന്ന സ്ഥലമാണ്. ഇപ്പൊ വണ്ടിയാണ്, ഇതിപ്പോ വണ്ടി കുറവാണ് ഇപ്പൊ ഈ ഒരു സമയമായതുകൊണ്ടാണ്. അതെ. കവിത എഴുതാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഉള്ളിൽ കഥകളുണ്ടെങ്കിൽ, സ്ക്രിപ്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ ഊട്ടിയിലോ കൊടൈക്കനാലിലോ മറ്റൊരു സ്ഥലത്തും പോരുത്. നേരെ ഇപ്പോൾ സൗദിയിലേക്ക് ആണെങ്കിൽ ഇപ്പോൾ പഴയ പോലെയല്ല, വിസിറ്റ് വിസ കിട്ടും. 6 മാസം 1 വർഷമൊക്കെ മൾട്ടിപ്പിൾ എൻട്രി ഇല്ല. വന്നിരുന്ന് ആ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പാറക്കുട്ടലിലും നോക്കിക്കഴിഞ്ഞാലും ആയിരക്കണക്കിന് കഥകളുണ്ട്. കാരണം 10,000 വർഷങ്ങൾക്കും കൊല്ലക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉള്ള കഥകളാണ്. ആ കഥകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഹബീബി കം ടു ഹൈൽ. താങ്ക് യു. ഇവിടെ സൗദിയിൽ ഹായിൽ വന്നതാണ്. വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്താന്ന് പറഞ്ഞപ്പോഴേക്ക് ഞങ്ങളുടെ ഇഫ്താറിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിക്കഴിഞ്ഞു. അല്ല റമാനിക്ക, നിങ്ങൾ ഇത്ര വലിയ ഇഫ്താറൊക്കെ എത്ര സമയം ഷോർട്ട് നോട്ടീസിൽ അറേഞ്ച് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ.